വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ത്യ മഹാരാജ്യം അതിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ പൂർവികരായ മഹാരഥന്മാരായ നേതാക്കന്മാർ, അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, ഇങ്ങനെ വിവിധ മത വിഭാഗത്തിൽപ്പെട്ട വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നിരന്തരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാം വിവിധ രാഷ്ട്രങ്ങളിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ മേന്മ നമുക്ക് മനസ്സിലാകും. നമ്മൾ വെള്ളിയാഴ്ച ഫത്വ പറയുകയാണ്. നമുക്ക് ആരും ഒരു വിഷയം എഴുതി തന്നിട്ടല്ല നമ്മൾ പറയുന്നത്. നമുക്ക് രാജ്യവിരുദ്ധമല്ലാത്ത മനുഷ്യനന്മക്കായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരസ്യമായി പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കാനും അംഗീകരിക്കാനും തെറ്റിദ്ധാരണയില്ലാതെ നോക്കിക്കാണാനും കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടിയ മഹാരഥന്മാരായ നേതാക്കന്മാർ സ്വപ്നം കണ്ടത് എല്ലാ കാലത്തും ഈ രാജ്യം സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പര ബഹുമാനത്തിലും നിലകൊള്ളണമെന്നതാണ്. അപ്പോഴേ മുന്നിൽ ഇന്ത്യയാവുകയാണ്. 1923 ഡൽഹിയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു സമ്മേളനത്തിൽ തന്റെ 35ാമത്തെ വയസ്സിൽ അബുൽ കലാം ആസാദ് നടത്തുന്ന ഒരു പ്രഭാഷണം. അദ്ദേഹം പറയുന്നത്, കുത്തബ് മീനാറിന്റെ മുകളിൽ ഒരു മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണോ വേണ്ടത്, ഹിന്ദു മുസ്ലിം ഐക്യമാണോ വേണ്ടത്? ഞാൻ അതിന് മറുപടി പറയും, ഹിന്ദു മുസ്ലിം ഐക്യം തകർന്നു കഴിഞ്ഞാൽ അത് ഓരോ മനുഷ്യരെയും ബാധിക്കുന്ന ആഘാതമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യരിൽ ഐക്യം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയാണ്. അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ 35ാമത്തെ വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായവരാണ്. അതിനുശേഷം 1940 മുതൽ 46 വരെ ചരിത്രം വിസ്മരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലമായതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിച്ചത്. എന്ന് മാത്രമല്ല, 1947 ആഗസ്റ്റ് 47 മുതൽ 1958 വരെ 10 വർഷം അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. തർജുമാനുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. മക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ കൽക്കട്ടയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഈ രാജ്യത്തിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാർ സ്വപ്നം കണ്ട ഇന്ത്യ എന്നത് മുഴുവൻ മനുഷ്യരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വസ്ഥസമ്പൂർണമായ ബഹുസ്വര ഇന്ത്യയാണ്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുക എന്നത് നമുക്ക് പ്രയാസമേ അല്ല, ഒരു പുതുമയുള്ള കാര്യമല്ല, പ്രയാസമേ അല്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിലെത്തി, മക്കയിൽ നിന്ന് മദീനയിലെത്തി. മദീനയിലെത്തിയതിനു ശേഷം പ്രവാചകൻ മദീനയിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടന. മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, മദീനയിൽ ജൂതരുണ്ടായിരുന്നു, മദീനയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മദീനയിൽ മതവിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അവർ കൂടിയിരുന്ന് രൂപപ്പെടുത്തിയ ഭരണഘടനയാണ് മദീന ചാർട്ടർ. അങ്ങനെയുള്ള സ്ഥലത്ത് പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. ആ ഭരണഘടനയിലെ നിയമങ്ങളിൽ ഒന്ന്, നമ്മൾ ഉമ്മത്തും വാഹിദയാണ്. നമ്മൾ അടങ്ങിയ ഈ വിവിധ മതവിഭാഗക്കാർ ഉമ്മത്തും വാഹിദ, ഒരു സമൂഹമാണ്. അതുകൊണ്ട് നാം സമാധാനത്തോടുകൂടി ജീവിക്കണം. നമുക്കൊരു സംയുക്ത പ്രതിരോധ ബാധ്യതയുണ്ട്. അതായത് ഈ മദീനക്കെതിരെ ആരക്രമിക്കാൻ വന്നാലും, അവൻ മുസ്ലിമാകാം അമുസ്ലിമാകാം, ആരക്രമിക്കാൻ വന്നാലും നമ്മൾ ഒന്നായി, നമ്മൾ മുസ്ലിങ്ങളും ഇതര മതവിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് നാം അവരുടെ നേരിടണം. നമുക്കിടയിൽ നീതി ഉണ്ടാകണം, സുരക്ഷയുണ്ടാകണം. ഇങ്ങനെ
ഒരു ഭരണഘടന അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീന കാലഘട്ടത്തിൽ എഴുതി രേഖപ്പെടുത്തിയിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുസ്വര ഇന്ത്യയിൽ ജീവിക്കുക എന്നത് പ്രയാസമേ അല്ല എന്ന് മാത്രമല്ല സന്തോഷകരമായ ഒന്നാണ്. ഈ സന്തോഷകരമായ ഇന്ത്യയെ എല്ലാ കാലത്തും നിലനിർത്താനാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണഘടന എന്നത് മനുഷ്യർ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഭരണഘടനയാണ്. അതിന്റെ കാരണം ഈ ഭരണഘടന എഴുതി രേഖപ്പെടുത്തിയ ഡോക്ടർ അംബേദ്കറിനെ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ, അവരൊക്കെ വളരെ വളരെ അദ്ദേഹം ഒരു ചന്നാലനായിരുന്നു, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അദ്ദേഹം വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവകാശത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ രേഖപ്പെടുത്തിയ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ആമുഖം ചില ആളുകളൊക്കെ ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മുടെ ഭരണഘടന ദൈവനാമത്തിൽ എന്നാക്കാം. അങ്ങനെ തുടങ്ങാം, ദൈവനാമം. അപ്പൊ അതിൽ അഭിപ്രായപ്പെടുന്നത് പറ്റില്ല. കാരണം ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് പിന്നെ ഒന്ന് അവകാശം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ തുടക്കം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ. നമുക്കതിൽ അഭിമാനം ഉണ്ടാകണം. നാം ഇന്ത്യക്കാർ എന്ന ഒരു സന്ദേശമാണ് നമ്മുടെ ഭരണഘടന എന്ന് മാത്രമാണ്. ഡെമോക്രസി, ജനാധിപത്യം, അതായത് മനുഷ്യരുടെ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ മനുഷ്യരാൽ നേതാക്കന്മാർ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥ നീതിയുക്തമായിരിക്കണം. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. സെക്യുലറിസം, മതനിരപേക്ഷത, എല്ലാ മതങ്ങളെയും ആദരിക്കാൻ, അംഗീകരിക്കാൻ, അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, അത് പ്രബോധനം ചെയ്യുമ്പോൾ അതിനെ സഹിഷ്ണുതയോട് കൂടി കാണാൻ, ആരെയും വെറുക്കാതെ. അത് അവരുടെ വിശ്വാസം, ഇതെന്റെ വിശ്വാസം. അവനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അവനത് പ്രബോധനം ചെയ്യുന്നു, ഞാനിത് പ്രബോധനം ചെയ്യുന്നു. അതിനെ സഹിഷ്ണുതയോടുകൂടി കാണുക. അതാണ് സെക്യുലറിസം, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതത്തെ ഒഴിവാക്കുക എന്നുള്ളതല്ല. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക, വിശ്വസിക്കുക, പ്രബോധനം ചെയ്യുക, അതിനെ സഹിഷ്ണുതയോടുകൂടി കാണുക. അത് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. പ്ലൂരാലിറ്റി, ബഹുസ്വരത, എല്ലാവരെയും അംഗീകരിക്കുന്ന സംസ്കാരം, ജസ്റ്റിസ്, നീതി, ലിബർട്ടി, സ്വാതന്ത്ര്യം, നമ്മൾ ഉൾക്കൊണ്ട ആശയം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഫ്രറ്റേണിറ്റി, സാഹോദര്യം, വളരെ സുന്ദരമായ നാമമാണ്. ഈ ഭരണഘടനയുള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിനെ നിലനിർത്താൻ, രാജ്യത്തുള്ള പുഴുക്കുത്തുകളെ മാറ്റി നിർത്താൻ, സമാധാനത്തോടെ, വൈകാരികതയില്ലാതെ, വിവേകത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹാരഥന്മാരായ എത്രയോ നേതാക്കന്മാർ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അലരാടിയ മഹാനായ ഒരു നേതാവ്. അദ്ദേഹം വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോ നമസ്കാരത്തിന്റെ സമയമായാൽ കൃത്യം നമസ്കരിക്കും. അൽ അമീൻ എന്നൊരു പദങ്ങളുണ്ടായിരുന്നു. അതിൽ മുസ്ലിം സമുദായത്തിന് അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസത്തിനെതിരെ അദ്ദേഹം ലേഖനം എഴുതി. അതേ പത്രത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അദ്ദേഹം ലേഖനം എഴുതി. 1921 കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ദ ഹിന്ദു അടക്കമുള്ള പത്രത്തിലേക്ക് ലേഖനം എഴുതി അയച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ വിലങ്ങ് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട് പട്ടാളപ്പള്ളിയുടെ അടുത്തുകൊണ്ട് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, വിലങ്ങ് കഴിച്ചാൽ എനിക്ക് നിസ്കരിക്കാൻ സമയമായിട്ടില്ല, എനിക്ക് നമസ്കരിക്കാൻ സമയമായിട്ടില്ല. അവർ വിലങ്ങ് കഴിച്ചു കൊടുക്കില്ല. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വെള്ളം വേണമെന്ന് പറയാൻ പോലും ആരോഗ്യമില്ലാതിരുന്ന ഒരു സമയത്ത് ബാങ്ക് കൊടുത്തപ്പോ നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. എന്നിട്ട് അദ്ദേഹം പോയി നമസ്കരിച്ചു. ബെല്ലാരി ജയിലിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹം മുട്ടിന് താഴെ ട്രൗസർ നമസ്കരിക്കാൻ അനുവദിച്ചു കിട്ടാൻ വേണ്ടി അവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. അപ്പൊ നല്ല മതവിശ്വാസം. എത്ര മാന്യമായിട്ടാണ് ഒരു സമൂഹത്തിൽ ജീവിച്ചത്. കേരളത്തിന്റെ വളരെ പ്രശസ്തനായ ബഷീർ എന്ന ഒരു കവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനം മുക്കത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിം സമുദായത്തിലെ ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. മറ്റൊന്ന്, ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അവിടുന്ന് പോകുമ്പോഴാണ് 47ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് മുസ്ലിം അല്ലാത്തൊരു കവി എഴുതിയത്, കന്നിവെള്ളക്കാവ് പോലെ കേരളത്തിൽ നീളെ
കതിർ ചൊരിയും നിൻ ചൈത്രയാത്ര ഞങ്ങൾ ഉറപ്പുകാരെ, മുക്തമഴിയോട് നിന്നും മുക്കമെത്തുവോളം മുക്തമാം നിൻ ചൈത്രയാത്ര ഞങ്ങൾ ഉറപ്പുകാരെ. നല്ല മനുഷ്യനായിട്ട്, നല്ല മതവിശ്വാസ, അതോടൊപ്പം നല്ല ഒരു സാമൂഹ്യ പ്രവർത്തനം. അപ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരു മുസ്ലിമായി മാന്യനായ, എല്ലാവരെയും ബഹുമാനിക്കുന്ന, എല്ലാവരെയും ആദരിക്കുന്ന ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മതത്തിന്റെ രൂപവും ഭാവവും മതചിഹ്നങ്ങളും മതവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്നവർ സ്വഭാവ തലത്തിൽ അയൽവാസികളോട്, കുടുംബത്തോട്, ഇതര മതസ്ഥരോട് ഒക്കെ മോശം സ്വഭാവമായി കഴിഞ്ഞാൽ അവരിൽ മതത്തെയാണ് കൊടുക്കുക. കാരണം എന്താ? മതത്തിന്റെ അടയാളങ്ങളുണ്ട്, മതത്തിന്റെ ചിഹ്നങ്ങളുണ്ട്, മതത്തിന്റെ അഭിപ്രായം, സ്വഭാവം ഒന്നിനും പറ്റില്ല. വെറുതെ ആളുകൾ കൊടുക്കുക. അത് ഇസ്ലാമിലില്ല, അത് ഇസ്ലാമിലില്ല. ഖുർആൻ തന്നെ പറഞ്ഞത് ലാ യൻഹാകുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവർ, നിങ്ങളോടുമായി യുദ്ധം ചെയ്യാത്തവർ, അങ്ങനെയുള്ള ആളുകൾക്ക് തബറൂഹും വഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യണം, അവരോട് നിങ്ങൾ നീതിയുക്തമായി നിൽക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു അങ്ങനെയുള്ള ആളുകളോടാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. എല്ലാ തിന്മക്കും തിന്മ എന്നതല്ല, നന്മയും തിന്മയും സമമാകുകയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. തിന്മയെ നീ നന്മ കൊണ്ട് നേരിടുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ശത്രുവിനുമിടയിൽ അവൻ നിന്റെ ഉറ്റമിത്രമായി തീരുന്നു. അപ്പോൾ വൈകാരികത കൊണ്ട് ലോകത്ത് ഒരു സംഗതി നടത്തുന്നതാണ്. വിവേകമാണ്, സമാധാനമുള്ള ജീവിതം, യുക്തമായ ജീവിതം, വിവേകത്തോടുകൂടിയുള്ള മുന്നേറ്റം. അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ കൂടിയാണ്, ഇന്ത്യക്കാരുടേതാണ്. ഇതിനെ നമ്മൾ സന്തോഷിക്കണം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നാം സന്തോഷിക്കണം. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ നാം അഭിമാനിക്കണം. അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും അബദ്ധവശാലും സംഭവിച്ചു പോയ പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ.